ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന എക്സാമിനായി കാത്തിരിക്കുന്ന PSC ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ റാങ്ക് നിർണ്ണയിക്കുന്ന ഒരു ഭാഗമായിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 20 മാർക്കിന്റെ ഭാഗത്തു നിന്നുള്ള മുൻവർഷ ചോദ്യങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നതാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ പറയുന്ന ചോദ്യങ്ങളെല്ലാം മുൻ വർഷങ്ങളിൽ, അതായത് ഏറ്റവും റീസെന്റ് ആയിട്ട് നടന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഈ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് വേണം നിങ്ങളുടെ ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. നമുക്കറിയാം, നമ്മൾ എല്ലാവരും കാത്തിരിക്കുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന് പറയുന്ന എക്സാമിന്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്ന എക്സാമിന് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് നിന്നും ചോദിക്കുന്ന 20 മാർക്കിന്റെ ചോദ്യങ്ങൾ. എത്ര മാർക്കിന്റെ ചോദ്യങ്ങളാണ്? 20 മാർക്കിന് ചോദിക്കുന്ന 20 മാർക്കിന്റെ ചോദ്യങ്ങളാണ് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ 20 മാർക്കിന്റെ ചോദ്യങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ, അതായത് നമുക്ക് നല്ല രീതിയിൽ ഉത്തരം എഴുതാൻ പറ്റിയാൽ നമ്മുടെ റാങ്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തും. കാരണം ഇപ്പോഴത്തെ PSC ലിസ്റ്റുകളൊക്കെ പരമാവധി അവര് ഷോർട്ട് ആക്കിയാണ്, അതായത് ചുരുക്കിയാണ് എന്ത് ചെയ്യുന്നത്, ഇടുന്നത്. അതായത് ലിസ്റ്റിൽ വരുന്ന മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും ജോലി കിട്ടുക എന്നതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുക എന്നത് നമ്മുടെ ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ 20 മാർക്കിന്റെ ആ ഒരു സ്കോറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏതാണ്? നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ ചോദ്യങ്ങളിൽ എപ്പോഴും ശരിയായത്, തെറ്റായത്, അല്ലാത്തത് എന്ന രീതിയിലൊക്കെ വരും. അപ്പം ആദ്യം തന്നെ ചോദ്യം വായിക്കുന്ന ഉദ്യോഗാർത്ഥി ചെയ്യേണ്ടത് അവര് എന്താണോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതിന് അണ്ടർലൈൻ കൊടുക്കുക എന്നതാണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം അല്ലാത്തത് ഏതാണ് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇവിടെ നമുക്ക് ഓപ്ഷനിലേക്ക് വരാം. ഓപ്ഷൻ എ ഉഷ്ണമേഖലാ മഴക്കാടുകൾ, ഓപ്ഷൻ ബി മൊണ്ടെയിൻ വനം, ഓപ്ഷൻ സി ടൈഗ വനം, ഓപ്ഷൻ ഡി കണ്ടൽ കാടുകൾ. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ശരി ഉത്തരമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തിരിക്കുന്നത് കൂട്ടത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക എന്നതാണ് അവർ ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം ഇത് വായിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് തങ്ങൾ പഠിച്ച, അതായത് നമ്മൾ പഠിച്ച ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട വനവിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർമ്മ വരണം. അതിൽ അല്ലാത്ത, അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വനവിഭാഗത്തിന്റെ കാറ്റഗറിയിൽ ഉൾപ്പെടാത്തതിനെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഓപ്ഷൻ ഏതാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, കാരണം നിങ്ങളുടെ ഉത്തരം ശരിയാണോ എന്ന് നമുക്ക് അറിയണം. ഓക്കെ, ഉത്തരത്തിലേക്ക് വരാം. ഓപ്ഷൻ സി ആണ്, ടൈഗ വനം ആണ് എന്തല്ലാത്തത്, ഇന്ത്യയിലെ ഒരു വനവിഭാഗം അല്ലാത്തത് എന്ന രീതിയിൽ നമുക്ക് ഈ കൂട്ടത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. അപ്പൊ ഉഷ്ണമേഖലാ മഴക്കാടുകൾ, മൊണ്ടെയിൻ വനം, കണ്ടൽ കാടുകൾ തുടങ്ങിയവ ഇന്ത്യയിലെ ഒരു പ്രധാന വനവിഭാഗം എന്ന കാറ്റഗറിയിൽ വരുന്നവയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് അടുത്ത ചോദ്യത്തിലേക്ക്, രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏതാണ്? മിക്ക ഉദ്യോഗാർത്ഥികൾക്കും, ജനറൽ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അറിയാവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ആലോചിക്കുക, 20 മാർക്കിന്റെ ചോദ്യങ്ങളിൽ കുറെ ചോദ്യങ്ങൾ വളരെ സിമ്പിൾ ചോദ്യങ്ങളും ആയിരിക്കും. അപ്പൊ എല്ലാ ഭാഗത്തു നിന്നുമുള്ള, അതായത് സിമ്പിൾ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുകയും വേണം, അവിടെ നെഗറ്റീവ് ഒന്നും വരാതെ ഇരിക്കണം. ഒപ്പം തന്നെ കുറച്ച് ബുദ്ധിമുട്ടെന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കേണ്ടതായിട്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം, വനവിസ്തൃതി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ കേരളം, മധ്യപ്രദേശ്, അരുണാചൽ പ്രദേശ്, കർണാടക, അങ്ങനെ 4 ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം ഉത്തരം ഓപ്ഷൻ ബി ആണ്, മധ്യപ്രദേശ് ആയിരിക്കും ശരിയായ ഉത്തരമായി നമുക്ക് പറയാൻ സാധിക്കുക. ഇതെല്ലാം പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ്. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. പശ്ചിമഘട്ടം യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. അതിന്റെ കാരണം എന്താണ്? അതായത് പശ്ചിമഘട്ടം എന്ന് പറയുന്നത്, വെസ്റ്റേൺ ഗട്ട്സ് യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമാണ്. അങ്ങനെ ലോക പൈതൃക സ്ഥലമായി പശ്ചിമഘട്ടത്തെ തിരഞ്ഞെടുക്കുന്നതിന്, അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത് എന്ത് കാരണം കൊണ്ടാണ് എന്നാണ് ചോദ്യം. ചരിത്രപരമായ പ്രാധാന്യം ഓപ്ഷൻ എയിൽ പറയുന്നു, സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവവർഗങ്ങളും. ഓപ്ഷൻ സിയിൽ പറയുന്നു വിശാലമായ കൃഷിഭൂമികൾ. ഓപ്ഷൻ ഡിയിൽ പറയുന്നു
വലിയ തോതിലുള്ള ഖനന പ്രവർത്തനങ്ങൾ. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുന്നത് ഒരുപക്ഷെ ഇതിന്റെ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണമെന്നില്ല. കാരണം നമ്മൾ പശ്ചിമഘട്ടം പഠിക്കുന്ന സമയത്ത് അതിൽ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കാണ് ഇതിൽ ശരി ഉത്തരത്തിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റുക. അപ്പൊ ഈ രീതിയിലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് വിവരണാത്മകമായിട്ട് പഠിച്ച് വായിച്ച് മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ ക്ഷമയോടുകൂടി വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കണം. അപ്പൊ ഇവിടുത്തെ ആൻസർ ആയിട്ട് നമുക്ക് എടുക്കാൻ സാധിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് ശ്രദ്ധിക്കൂ, സമ്പന്നമായ ജൈവ വൈവിധ്യവും പ്രാദേശികമായ ജീവവർഗങ്ങളുമാണ് പശ്ചിമഘട്ടത്തെ യുനെസ്കോയുടെ ലോക പൈതൃക സ്ഥലമായി പരിഗണിക്കാൻ കാരണം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 4ാമത്തെ ചോദ്യം, ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം ശ്രദ്ധിക്കണം, പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനമേത്? അതായത് ഇവിടുത്തെ ചോദ്യം ഒരു ഇന്ത്യൻ സ്ഥാപനത്തെ സംബന്ധിച്ചാണ്. ആ ഇന്ത്യൻ സ്ഥാപനത്തിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ആ ഇന്ത്യൻ സ്ഥാപനത്തിന്റെ ചുമതല എന്താണ്? ആവശ്യകത അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനം ഏതാണ്? ഇവിടെ CSIR, FSI, ICFRE, MOEF ആൻഡ് CC എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് വളരെ വ്യത്യസ്തമായ ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മൾ ഇന്ത്യൻ വനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളെ കുറിച്ച് വ്യക്തമായ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ വനവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെ ഫുൾ ഫോം അബ്രിവേഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെച്ചിരിക്കണം. കാരണം അത്തരത്തിലുള്ള ചോദ്യങ്ങളും വന്ന് കാണുന്നുണ്ട്. മിക്ക പരീക്ഷകൾക്കും അത്തരത്തിലുള്ള ചോദ്യങ്ങളും കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ ഉത്തരത്തിലേക്ക് പോകാം. ഇവിടുത്തെ ശരിയായ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് നോക്കൂ, ഇവിടുത്തെ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ICFRE. അതായത് അതിന്റെ ഫുൾ ഫോം ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി റിസർച്ച് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനമാണ് ആവശ്യകതയെ അടിസ്ഥാനമാക്കിയുള്ള വനവൽക്കരണ ഗവേഷണ വിപുലീകരണം പ്രോത്സാഹിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്ന ദേശീയ വനവൽക്കരണ ഗവേഷണ സംവിധാനത്തിന് ഉത്തരവാദിത്തമുള്ള ഇന്ത്യൻ സ്ഥാപനമാണ് ICFRE അഥവാ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഫോറസ്ട്രി ആൻഡ് റിസർച്ച് എഡ്യൂക്കേഷൻ. ശ്രദ്ധിക്കുക. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചു വെക്കുക. 5ാമത്തെ ചോദ്യം, കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത്? അതായത് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് വനങ്ങൾ നൽകുന്ന ഇനി പറയുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങളിൽ ഏതാണ് സഹായിക്കുന്നത്? അപ്പോൾ വനങ്ങൾ നൽകുന്ന ആവാസ വ്യവസ്ഥാ സേവനങ്ങൾ അതിലേതാണ് കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിന് സഹായിക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പരാഗണം, ഓപ്ഷൻ ബി കാർബൺ സംഗ്രഹണം, ഓപ്ഷൻ സി വിത്ത് വിതരണം, ഓപ്ഷൻ ഡി സാംസ്കാരിക മൂല്യം. ഇവിടെയും ശ്രദ്ധിക്കുക, ഇവിടെ നമ്മുടെ കാലാവസ്ഥാ വ്യതിയാന ലഘൂകരണത്തിന് വനങ്ങൾ നൽകുന്ന ആവാസ വ്യവസ്ഥയിലെ സേവനങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് വന്ന ചോദ്യമാണ്. ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ട് നമുക്ക് കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കാൻ സഹായിക്കുന്നത് ആരാണെന്ന് പറയാം? ഓപ്ഷൻ ബി ആണ്, കാർബൺ സംഗ്രഹണം ആണെന്ന് പറയാം, കാർബണിന്റെ എമിഷൻ. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏത്? ശ്രദ്ധിക്കുക, താഴെ പറയുന്നവയിൽ സംരക്ഷിത പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്ത വിഭാഗം ഏതാണ്? വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്, റിസർവ് ഫോറസ്റ്റ്, കമ്മ്യൂണിറ്റി റിസർവ്. ഇത് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. എക്സിറ്റു ഒക്കെ അറിയാവുന്ന കുട്ടികൾക്ക് ഉത്തരത്തിലേക്ക് എത്താം. ഓപ്ഷൻ സി ആണ്, റിസർവ് ഫോറസ്റ്റ് ആണ്. സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള വനമേഖലയാണ് റിസർവ് ഫോറസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, 7ാമത്തെ ചോദ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ മിക്കവാറും എല്ലാ അബ്രിവേഷൻസും പഠിച്ചു വെച്ചിരിക്കണം. MAB യുടെ പൂർണ്ണ രൂപം എന്താണ്? MAB യുടെ പൂർണ്ണ രൂപം എന്താണ്?
4 ഓപ്ഷൻസ് തന്നിരിക്കുന്നു. ഞാൻ എല്ലാ ഓപ്ഷനും വായിക്കുന്നില്ല, ശരിയായ ഓപ്ഷൻ മാത്രം പറയുന്നു. ഓപ്ഷൻ ബി ആണ് മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം എന്നാണ് MAB യുടെ ഫുൾ ഫോം. മാൻ ആൻഡ് ദി ബയോസ്ഫിയർ പ്രോഗ്രാം. ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏത്? ചോദ്യങ്ങൾ കണ്ടോ? പ്രീവിയസ് ചോദ്യങ്ങളാണ്. താഴെ പറയുന്നവയിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏഷ്യൻ ആനയുണ്ട്, കടുവയുണ്ട്, നീലഗിരി മാർട്ടിൻ, പുള്ളിപ്പുലി. ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ സി ആണ്, നീലഗിരി മാർട്ടിൻ. താഴെ പറയുന്നതിൽ പശ്ചിമഘട്ടത്തിലെ എൻഡമിക് വിഭാഗത്തിൽപ്പെടുന്ന ജീവിയാണ് നീലഗിരി മാർട്ടിൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക. നെക്സ്റ്റ്, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള ജില്ല ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മിക്കവാറും ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാം തന്നെ അറിയാം. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേരളത്തിലെ ജില്ല ഇടുക്കിയാണ്. ഓപ്ഷൻ ബി ഇടുക്കിയാണ്. ഒരേ ഒരു ദേശീയോദ്യാനമാണ് എവിടെയുള്ളത്? പാലക്കാട്, സൈലന്റ് വാലി ആണത്. നെക്സ്റ്റ്, നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അഥവാ IUCN പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടിക അഥവാ റെഡ് ലിസ്റ്റ്. ശ്രദ്ധിക്കുക, ചുവന്ന പട്ടിക അഥവാ റെഡ് ലിസ്റ്റ്, അതിൽ ഏഷ്യൻ ആനയുടെ വിഭാഗം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അഥവാ IUCN. അപ്പൊ IUCNന്റെ ഫുൾ ഫോം നോക്കി വെച്ചോളുക. അപ്പൊ പ്രസിദ്ധീകരിക്കുന്ന ചുവന്ന പട്ടിക അഥവാ റെഡ് ലിസ്റ്റ്, ഏഷ്യൻ ആന ഏത് വിഭാഗത്തിൽ പെടുന്നു എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ എൻഡാഞ്ചേർഡ്, ഓപ്ഷൻ ബി വോളനറബിൾ, ഓപ്ഷൻ ഡി ത്രട്ടൻഡ്, ഓപ്ഷൻ ഡി നിയർ ത്രട്ടൻഡ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം ഏതാണ് ശരി ഉത്തരം എന്ന്. ഓപ്ഷൻ എ ആണ് എൻഡാഞ്ചേർഡ് അഥവാ അപകടാവസ്ഥയിലുള്ള ജീവികളുടെ കൂട്ടത്തിലാണ് ഏതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏഷ്യൻ ആനയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കുക. അപ്പൊ കൃത്യമായും നിങ്ങൾ ഈ ഒരു ചോദ്യങ്ങളുടെ ഒരു റൂട്ട് മനസ്സിലാക്കി വേണം നിങ്ങളുടെ ഇനിയുള്ള റിവിഷൻ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് റിലേറ്റഡ് ഫാക്ട് പഠിക്കുക എന്നതാണ് നമുക്ക് ഏറ്റവും ഈ അവസാന നിമിഷം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒപ്പം തന്നെ ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്ത, സ്പെഷ്യൽ ടോപ്പിക്ക് ഫുള്ള് കവർ ചെയ്ത ഒരു ഉദ്യോഗാർത്ഥി ആണ് നിങ്ങളെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങളുടെ റിവിഷൻ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. കാരണം ചോദ്യങ്ങൾ ഏത് മേഖലയിൽ നിന്നാണ് വന്നിട്ടുള്ളത്, ഏത് മേഖലയെ ഞാൻ ഏത് രീതിയിൽ പഠിക്കണം എന്ന ഒരു തിരിച്ചറിവ്, ഒരു അവയർനെസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ മുൻവർഷ ചോദ്യങ്ങൾ പരിചയപ്പെടണം. അതിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും റീസെന്റ് ആയിട്ട് ചോദിച്ച ഒരു 10 ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ കൃത്യമായും നിങ്ങളുടെ പഠനം ഇതനുസരിച്ച് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇനി ശ്രദ്ധിക്കുക, നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. കാരണം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ അവസാന ഘട്ട തയ്യാറെടുപ്പ് നടത്തുന്ന ഉദ്യോഗാർത്ഥികൾക്ക് 45 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായ രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി മുന്നോട്ട് പോയി വരാനിരിക്കുന്ന എക്സാമിന് നല്ല ഒരു റാങ്ക് തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാം. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ സ്മാർട്ട് വർക്കിൽ നിങ്ങൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പൊ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം, പഠനം നല്ല രീതിയിൽ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ഇത്തരത്തിൽ പ്രീവിയസ് ക്വസ്റ്റ്യനുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എല്ലാ സബ്ജക്റ്റുകൾക്കും പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ സബ്ജക്റ്റിലും മുൻവർഷങ്ങളിൽ വന്ന ചോദ്യങ്ങൾ എവിടെ നിന്നാണ്, ആ ചോദ്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പുതുതായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കവർ ചെയ്തുള്ള ഒരു പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് കോഴ്സിലേക്ക് ജോയിൻ ചെയ്ത് നന്നായി പഠിക്കാം. അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ ഈ പരിചയപ്പെടുത്തിയ 10 ചോദ്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പൊ ഈ ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ആ ഒരു റിവിഷൻ ടൈമിൽ നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന്റെ അനുസരിച്ച് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പൊ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ തന്ന മുഴുവൻ കാര്യങ്ങളും പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം ഇനി തുടർന്നുള്ള ക്ലാസ്സുകൾ നമുക്ക് കാണാം. ഓക്കെ, താങ്ക്സ് ഓൾ ഓഫ് യു.